നമസ്കാരം. ഈ വരുന്ന ഏപ്രിൽ 9 സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ അവർ ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവർ വാചാലരാകുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. പൊതുജനം രാഷ്ട്രീയ പാർട്ടികളോട് അവർക്ക് ചിലത് ചോദിക്കാനുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളും നമ്മളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഒരു വിഭാഗം ഇതൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുമുണ്ട്. അത് ന്യൂ ജനറേഷനാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പൊന്നും അവർക്ക് ബാധകമല്ല എന്ന ഒരു നിലപാട് പലരും സ്വീകരിക്കുന്നു. ചിലർക്കൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ചിലരൊക്കെ വോട്ട് ചെയ്യണം എന്ന അഭിപ്രായക്കാർ തന്നെയാണ്. എന്നാൽ ചില ആളുകൾ ഈ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമല്ല ഞങ്ങൾ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. എന്തായാലും അത്തരക്കാരെ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, പുതിയ തലമുറയെ ഈ തിരഞ്ഞെടുപ്പിലേക്ക് അതിന്റെ ഭാഗമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പാട്ട് തന്നെ പുറത്തിറക്കി. ജെൻസി വോട്ട് പാട്ട് എന്നാണ് ഈ ഒരു പാട്ടിന്റെ പേര്. എന്തായാലും ഈ പാട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്ക്രീനിംഗ് പരിപാടി കൊച്ചി ലുലുമാളിൽ നടന്നു. ഈ പരിപാടിയിൽ എറണാകുളം ജില്ലാ കളക്ടർ പ്രിയങ്ക IAS നേരിട്ടെത്തി ഈ പാട്ടിന് ചുവട് വെച്ചിരിക്കുന്നു. ഒരു തകർപ്പൻ ഡാൻസ്. മാത്രമല്ല ഇവിടെ പുതിയ തലമുറയോട്, ന്യൂ ജനറേഷനോട് അവർക്ക് ചിലതൊക്കെ പറയാനുണ്ട്. നിങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം, എന്തിന് ഈ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാകണം എന്നതിനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. അവരെന്തായാലും ഈ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാകും, വോട്ട് ചെയ്യും എന്നുകൂടെ അവരിവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ചടങ്ങിലൂടെ ടിനി ടോം, അതുപോലെ തന്നെ കൈലാഷ്, തിരുമാലി തുടങ്ങിയ ആളുകളൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജില്ലാ കളക്ടറുടെ ആ ഡാൻസ് ഒന്ന് കാണാം. Thank you so much, everybody. A loud round of applause as we have the fantastic team. ഞങ്ങൾ ക്യാമറയുടെ മുമ്പിൽ നിന്നാണ് കൂടുതലും ഫീച്ചർ ചെയ്തു. അപ്പോൾ ഞങ്ങളോടൊപ്പം അതിൻ്റെ ഫുൾ കോർഡിനേഷൻ തന്നത് സുരേഷ്, ഇതിൻ്റെ ബാക്കിൽ സിനിമാറ്റോഗ്രാഫറാണ്. അതുപോലെ തന്നെ നീലു ഇതിൽ ഫീച്ചർ ചെയ്തു. അവിടെ എല്ലാം നമ്മൾ ചെയ്തത് മറ്റൊന്നിനു വേണ്ടിയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. പക്ഷേ അപ്പോഴൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല വേൾഡിനെ, യൂണിവേഴ്സിനെ പരിചയപ്പെട്ട റിയൽ പേർപ്പസ് മാമും ഞങ്ങളൊക്കെ. ഏപ്രിൽ 9 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ജൻസികൾ മാത്രമല്ല, ഹാർട്ടലി യങ് ആയിട്ടുള്ള എല്ലാവരും എല്ലാവരും തീർച്ചയായിട്ടും വോട്ട് ചെയ്യണം. ഞാൻ വോട്ട് ചെയ്യും, നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ബിഗ് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ഇങ്ക് ഓൺ ദ ഫിംഗർ ടിപ്പ്. യെസ് സോ തീർച്ചയായിട്ടും വോട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഐ താങ്ക് ലുലു ഓൾസോ. ഹാപ്പി 13th ബർത്ത്ഡേ. ഹാപ്പി 13th ബർത്ത്ഡേ ടു ദ ലുലു കൊച്ചി. ആൻഡ് ഈ ഒരു മെസ്സേജ്, ഈ ഒരു സോങ്ങിനെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടന നമുക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു വോട്ട് ആണ്. ജൻസിക്ക് വേണ്ടിയിട്ട്, ജൻസി എന്ന് പറഞ്ഞാൽ ക്രൗഡ് പുള്ളേഴ്സ് ആയിട്ട് അവരുടെ മനസ്സിലുള്ളത് റാപ്പ് സിംഗേഴ്സ് തന്നെയാണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ ഏറ്റവും ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്തത്, തിരുമാലി. അതുപോലെ തന്നെ സയനോര എന്ന് പറയുന്നാൽ പ്ലേ ബാക്ക് സിംഗർ, നമുക്ക് ഒരുപാട് അറിയാവുന്നതാണ്. പേഴ്സണലി ഞാൻ ഫാൻ കൂടിയാണ്. അപ്പൊ അതുപോലെ തന്നെ സയനോരെ ഉൾപ്പെടുത്തുകയും, അതുപോലെ തന്നെ ST എന്ന് പറയുന്ന അപ്കമിങ് ആയിട്ടുള്ള ഇനി തരംഗമാകാൻ പോകുന്ന ഒരു റാപ്പ് സിംഗറാണ്. ഇവരെ 3 പേരെ ഫീച്ചർ ചെയ്തു. നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല. ജെൻസീസ് 18 to 25 വോട്ട് ചെയ്യാൻ വരണം. ഇത് വലിയൊരു, പല കുട്ടികളോടും ചോദിക്കുമ്പോൾ പൊളിറ്റിക്കൽ അവയർനെസ് അവർക്കില്ല. എന്തിന്, വൈ ഷുഡ് ഐ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ വോട്ട് ചെയ്തിട്ട് എന്താവാനാണ്. പക്ഷെ അവരാണ് ഇനി കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. സാധാരണ കളക്ടേഴ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്, നമ്മൾ ഒരുപാട് കളക്ടേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മാമിനെ പോലെ ഏത് സമയവും ഇങ്ങനെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വലിയൊരു അസറ്റാണ്. ഒരുപക്ഷെ ഇന്ത്യക്കെന്ന് ഞാൻ പറയും. മാമിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. അതിന് ഞങ്ങൾക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റട്ടെ. ഈ സോങ് നമ്മളിവിടെ കണ്ടു, നിങ്ങളിത് എൻജോയ് ചെയ്തെന്നുള്ള സന്തോഷമാണ്. പക്ഷെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്താൽ, നിങ്ങളിതൊന്ന് നമ്മുടെ ഏറ്റവും എല്ലാവരിലേക്കും ഒന്ന് ജനറേറ്റ് ചെയ്താൽ, ഇതിൻ്റെ ഒരു റിയൽ പേർപ്പസ് മാമും ഞങ്ങളൊക്കെ വിചാരിച്ചത് ഒരു റൈറ്റ് പോയിന്റിലേക്ക് എത്തുന്ന ഒരു റിക്വസ്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ ജെൻസി വോട്ട് പാട്ടെന്ന് പറഞ്ഞാൽ ഇത് യൂട്യൂബിൽ ലിങ്ക് ഉണ്ട്, പ്ലസ് ഇൻസ്റ്റയിൽ അവൈലബിൾ ആണ്. മാമിൻ്റെ പേജ് ഉണ്ട്, കളക്ടർ കൊച്ചി. മാമിൻ്റെ പേജിൽ ഇത് അപ്ലോഡഡ് ആണ്. ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുകയോ, നിങ്ങളൊരു സ്റ്റോറി ഇട്ടാൽ മതി. ഞാനിപ്പോഴും പറയുന്നത് നിങ്ങൾ പോസ്റ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് എനിക്കില്ല. ഒരു സ്റ്റോറി എങ്കിലും നിങ്ങളൊരു 1 day 24 hours ഫോർ ദിസ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത് ചെയ്താൽ ഇറ്റ്സ് എ ബിഗ് തിങ്.